കർണാടകയിലെ ബിഡതിയിലുണ്ടായ കെഎസ്ആർടിസി അപകടം സംശയമുണർത്തുന്നതായി അപകടത്തിൽപ്പെട്ട് ചികിത്സയിൽ കഴിയുന്ന വൈത്തിരി സ്വദേശി പറയുന്നു. മറ്റൊരു കെഎസ്ആർടിസിക്ക് നേരെ ചീമുട്ടയേർ ഉണ്ടായെന്ന് അറിഞ്ഞതു മുതൽ ബിഡതിയിൽ ഉണ്ടായതും ഇതേ രീതിയിലുള്ള ആക്രമണമാണോ എന്ന് ആശങ്കയിലാണിവർ. 1.5 ലക്ഷത്തോളം രൂപയാണ് ഈ അപകടത്തിൽ ഇവർക്ക് നഷ്ടമായത്. ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ ഭാഗ്യമായി കരുതുകയാണിവർ. ബിഡതിയിലുണ്ടായ കെഎസ്ആർടിസി അപകടത്തിൽ സംശയം പ്രകടിപ്പിക്കുകയാണ് വൈത്തിരി സ്വദേശികളായ ഷാഫിയും ഭാര്യ സെലീനയും. ഇരുവരും ഈ അപകടത്തിൽ പരുക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ്. നല്ല രീതിയിലായിരുന്നു ഡ്രൈവർ ബസ് ഓടിച്ചിരുന്നതെന്നും അവർ പറയുന്നുണ്ട്. പക്ഷേ നല്ല ഡ്രൈവറും കണ്ടക്ടറൊക്കെ നല്ല ഡ്രൈവറും കണ്ടക്ടറൊക്കെ തന്നെയാണ്, നല്ല വണ്ടിയൊക്കെ ഓടിച്ചത് തന്നെയാണ്. പക്ഷെ എന്താ പറ്റിയതെന്ന് അറിയില്ല. നേരം പോലത്തെ 6:15 സംഭവം നടക്കുന്നത്. പക്ഷെ അന്നേരം വണ്ടി ആ സമയത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ഓർമ്മ തന്നെ ഇരിക്കുന്ന സമയമാണ്. പിന്നെ ഈ വണ്ടി പെട്ടെന്ന് മറിഞ്ഞപ്പോൾ ഇവരെന്നോട് പറഞ്ഞു ഇങ്ങനെ വണ്ടി മറിയുണ്ട് എന്നുള്ള ആ ഇത് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. പക്ഷെ അവിടെ അങ്ങനെ എന്താ പ്രശ്നം പറ്റിയതെന്ന് എനിക്ക് ഇപ്പോഴും നല്ലൊരു ഡ്രൈവർ പറഞ്ഞാൽ നല്ലൊരു ഡ്രൈവറാണ്. ഉറക്കം പോയതായതാണോ വേറെന്തെങ്കിലും സംഭവിച്ചാണോ എന്ന് നിനക്കറിയില്ല. കയ്യിലുണ്ടായ 1.5 ലക്ഷത്തോളം രൂപയാണ് അപകടത്തിൽ നഷ്ടമായത്. പൈസ നഷ്ടപ്പെട്ടു. പൈസ എവിടെ പോയെന്നല്ല അറിയില്ല. എനിക്ക് തോന്നി മറിഞ്ഞ് ഇങ്ങനെ വീണിൽ തെറിച്ച് പോയോ, ഇനി ബസ്സിനുള്ളിലുണ്ടോ. പിന്നെ ഞാൻ ബസ്സിലേക്ക് പോയില്ല, ഇല്ലാന്ന് ഞാൻ അപ്പം തന്നെ അവിടെ പറഞ്ഞ പൈസയും പോയിട്ടുണ്ട്. എന്നിട്ട് വൈഫിനായിട്ട് ഹോസ്പിറ്റലിൽ പോയി. ഇപ്പോഴും അപകടം സംഭവിച്ചത് മറ്റാരോ ഉണ്ടാക്കിയ അപകടമാണോ, ആക്രമിക്കപ്പെട്ടതാണോ എന്ന സംശയം നിലനിൽക്കുകയാണ്. ഇന്നത്തെ ഈ വാർത്തയിൽ കൂടെ എനിക്ക് ഭയങ്കര ദുരൂഹത. കാരണം എന്താ അറിയോ, നല്ലൊരു KSRTC, ഞങ്ങൾ എന്നും പോകുന്നത് KSRTCയിലാണ്. ഞങ്ങൾ പ്രൈവറ്റ് ബസ്സിൽ ഒരിക്കലും കയറലില്ല. അപ്പോൾ ഇപ്പം പെട്ടെന്ന് ഇത് ഇങ്ങനെ വന്നപ്പോൾ ഇതിന് മുട്ട എറിഞ്ഞിട്ട് ഇങ്ങനെ ഇതൊക്കെ ഞങ്ങൾക്ക് ഇപ്പോൾ ന്യൂസ് ഇങ്ങനെ കേട്ടപ്പോൾ നമുക്കൊരു ദുരൂഹത ഉണ്ടോ ഇതിൽ, അവിടെ എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നുള്ളത് നമുക്ക് അറിയുന്നില്ല. അപ്പോൾ നമ്മളെ പൈസ പോയതുകൊണ്ട് നമുക്ക് ഭയങ്കര ടെൻഷനാണ്. കൈരളി ന്യൂസ്, വയനാട്.